എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനു ആൻഡ് മെയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ചട്ടി ചൂടായി വരുമ്പോൾ 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകൊക്കെ നന്നായി പൊട്ടി വരാൻ നേരത്ത് വലിയൊരു പീസ് 250 ഗ്രാം അളവിൽ പൊടിയായി നുറുക്കിയ ഇഞ്ചി, ഒരു എരിവിനനുസരിച്ച് ഒരു 4 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചെറിയ ഉള്ളി പൊടിയായി നുറുക്കിയത്, ഇതും കൂടെ എണ്ണയിലിട്ട് നല്ല ബ്രൗൺ കളറിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊക്കെ ഏകദേശം ഇതുപോലെ തെളിഞ്ഞ് വരുന്ന നേരത്ത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സിമ്മിലാക്കിയ ശേഷം ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയെന്ന് കാണുമ്പോൾ ചെറുനാരങ്ങ വലിപ്പത്തിലൂടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കൊഴുക്കനെ. അപ്പോൾ ആ പുളിവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. അതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പുളിവെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകുന്നൊരു ലെവൽ വരും. അതുവരെ ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പാവ് കാച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത ശേഷം ഉപയോഗിക്കാം. ഇത് ഞാൻ ശർക്കര പൊടിയായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 5 ശർക്കരയോളം എടുത്തിട്ടുണ്ട്. ഇനി അതാ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് കുറുകി നല്ല ബ്രൗൺ കളറിൽ ഈ കളറൊക്കെ ഒന്ന് മാറി നല്ല നല്ല കറുപ്പ് കളറിൽ വരും. നമുക്ക് എങ്ങനെയാണോ ഇഞ്ചിപ്പുളിയുടെ ആ ഒരു രീതി, ആ രീതിയിലേക്ക് തന്നെ നമുക്കിതൊന്ന് എടുക്കാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മൊബൈലിൻ്റെ ലൈറ്റിലാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ കളറ്. ശരിക്കും നല്ല ബ്ലാക്ക് കളറായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ലൈറ്റിൽ ഈ ഒരു കളറാണ് കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നല്ല ചുടുചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും നല്ല ഒന്നാം തരം സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയോടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.